ഫിറ്റ്നസിന് വേണ്ടി തെച്ചിക്കോട് രാമചന്ദ്രൻ എത്തിയിരിക്കുകയാണ്. പരിശോധനകൾ നടക്കാൻ പോകുന്നു. വെറ്റിനറി ഡോക്ടർമാരൊക്കെ പരിശോധനയ്ക്കായി അവിടെ സംഘമൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂരപ്പറമ്പിൽ നിന്നും ലിഷോയും കെ ബി ശ്രീധരനും ഒക്കെ ചേരുന്നുണ്ട്. ലിഷോയി, പരിശോധനകളിലേക്കൊക്കെ കടന്നുവോ? എന്തൊക്കെയാണ് ഇപ്പോൾ കാഴ്ചകൾ അവിടെ? പരിശോധനകൾ, അതായത് വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘം, അതിനോടൊപ്പം തന്നെ വനം വകുപ്പ് ഡോക്ടർമാരടങ്ങുന്ന സംഘം, കൂടാതെ ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂരിയുടെ സാന്നിധ്യം, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പരിശോധനയ്ക്ക്. മാത്രമല്ല എല്ലാ ആനകളുടെയും പരിശോധനയ്ക്ക്. ഈ പരിശോധനകൾക്ക് ശേഷമാണ് ഏതൊക്കെ ആനകൾ പൂരത്തിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവുക. ആ തീരുമാനത്തിൽ ആ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ശേഷമാണ് പൂരത്തിൽ പങ്കെടുക്കുക. ഇപ്പോൾ എന്നോടൊപ്പം ശ്രീധരൻ കൂടിയുണ്ട്. ശ്രീധര, അങ്ങനെ രാമൻ ഫിറ്റ്നസിനെത്തി. ഫിറ്റ്നസ് ഏകദേശം ഉള്ള ഒരു ആന തന്നെയാണ് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് നമ്മളോട് ഗിരിദാസ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എന്തായാലും കിട്ടൂലേ? തീർച്ചയായും കിട്ടാണ്ട് അവിടെ പോകാൻ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതിനാണ്. രാമൻ പങ്കെടുക്കുമെന്നുള്ള ഒരു വാക്ക് കേൾക്കാനാണ് ആളുകൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ തെച്ചിക്കോട്ട് രാമചന്ദ്രനെ ഇവിടെ ഇറക്കിയ സമയത്ത് നമ്മൾ കണ്ടു, ആളുകളുടെ ഒരു ആരവം കണ്ടു, ആളുകൾ അതിന് പിന്നാലെ പോകുന്നത് കണ്ടു. ഏതായാലും ഈ ഒരു ആനയ്ക്ക് വേണ്ടി, ഈ ഒരു കൊമ്പന് വേണ്ടി എത്രത്തോളം ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഈ ഒരാനയ്ക്കും ഈ കേരളത്തിൽ ഇങ്ങനൊരു ഫാൻ ബേസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒരു ആനയെ സ്നേഹിക്കുകയോ, ലക്ഷണമൊത്ത ഒരു ആന കുറേ കാലത്തിന് ശേഷം കേരളക്കരയിൽ ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ തെച്ചിക്കോട്ട് രാമചന്ദ്രനായിരിക്കും. മറ്റാനകളുണ്ട്, അഭിപ്രായ വ്യത്യാസം. തിരുവാടി ശിവസുന്ദറുണ്ട്, ഗുരുവായൂർ പരശുരാമനുണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ആളുകൾക്ക് ഇത്രയും ആളുകളെ ആനന്ദിപ്പിച്ച തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ പൂരത്തിന് തലയെടുപ്പോടുകൂടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമ്മൾ പൂരപ്രേമികളെ സംബന്ധിച്ചോളം വലിയൊരു കാഴ്ചയാണ്. വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ആ ഒരു സാന്നിധ്യം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ. പക്ഷേ ഇത്തവണ അത് ഒരുപാട് ചോദ്യങ്ങൾക്കും ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആനയെ പരിശോധനയ്ക്കായി ഇപ്പോൾ പൂരപ്പറമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആരോഗ്യം വീണ്ടെടുത്ത് തെച്ചിക്കോട് പഴയ ഒരു തലയെടുപ്പോടുകൂടി, ആ പ്രൗഢിയോടുകൂടി തന്നെ ഈ പൂരപ്പറമ്പിൽ കാണുമോ, ആ സാന്നിധ്യം ഉണ്ടാകുമോ എന്നൊക്കെയാണ് പൂരപ്രേമികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തെച്ചിക്കോട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പരിശോധനകൾ, അത് വനം വകുപ്പിൻ്റെയും ഒപ്പം വെറ്റിനറി ഡോക്ടർമാരുടെയും ഒക്കെ തന്നെ സാന്നിധ്യത്തിലുള്ള പരിശോധനകളാണ് ഏറെ നിർണായകം. ഇത്രയും പ്രായമായ ഒരു ആനയാണ്. ആനയെ എഴുന്നള്ളിക്കുമ്പോൾ അതിന് വേണ്ടുന്ന പരിരക്ഷ, അതിൻ്റെ ആരോഗ്യസ്ഥിതി, വിശ്വാസത്തിനൊപ്പം ആരോഗ്യസ്ഥിതി വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി കോടതിയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്.